What's up guys, welcome back to A.M.R. Vlogs പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ചങ്ങന്മാർക്കും വീണ്ടും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ഡോമിനാറിന് ചെറിയൊരു അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്ഡേഷൻ വേറൊന്നുമല്ല, നമ്മളെ വണ്ടിയിൽ നമ്മൾ ഒരു PPF ഫിലിം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും എന്താണ് ഈ PPF ഫിലിം. PPF ഫിലിം വേറൊന്നുമല്ല, പെയിൻ പ്രൊട്ടക്റ്റീവ് ഫിലിം എന്നാണ് നമ്മളതിനെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തു, ആ വണ്ടി എടുത്ത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വണ്ടി യൂസ് ചെയ്ത് വരുമ്പം ഓട്ടോമാറ്റിക്കലി വണ്ടിയിൽ സ്ക്രാച്ച് വരും. അപ്പോൾ ഈ സ്ക്രാച്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫിലിമാണ് PPF. അപ്പം അത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് അത് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ബ്രൈറ്റ്മേക്കേഴ്സിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് പോവാം. സോ ഇറ്റ്സ് ടൈം ടു എക്സ്പ്ലോർ ഗൈസ്. നമ്മുടെ ബ്രൈറ്റ്മേക്കേഴ്സിൽ വന്നു വണ്ടി, നമ്മളെ വണ്ടി ഇതേപോലെ PPF ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് ഓൺ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മാനേജറായ നമ്മുടെ അമീൻ ബ്രോയെ കണ്ടു. അപ്പം അമീൻ ബ്രോ നമ്മുടെ ഈ ബ്രൈറ്റ്മേക്കേഴ്സിൽ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രോയോട് ചോദിക്കാം. ബ്രോ, എന്തൊക്കെ സർവീസാണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ഒരു 2500 പോളിഷ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, 2500 തൊട്ട് 4000 ഉണ്ട്, 9000 ഉണ്ട്, സെറാമിക് ഉണ്ട്, ഗ്രഫൈൻ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. പ്ലസ് PPFും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇപ്പം കസ്റ്റമേഴ്സ് ഒരുപാട് PPF ചെയ്യുന്നില്ല. അത്യാവശ്യമുള്ള നമ്മൾ അറിയുന്നുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് അറിയുന്ന ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ, ഓക്കെ. അപ്പം എല്ലാവർക്കും ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സെറാമിക്കും PPFും തമ്മിൽ ഇപ്പം കുറേ പേര് സെറാമിക് ചെയ്യുന്നുണ്ട്. സെറാമിക് ചെയ്താൽ നമുക്ക് ഒരുവിധം ഉള്ള സ്ക്രാച്ചസിൽ നിന്നൊക്കെ അവർക്കൊരു ഇത് കിട്ടും. അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് സെറാമിക് ചെയ്യുന്നുണ്ട്. പക്ഷേ സെറാമിക്കും ഈ നമ്മുടെ PPFും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്? സെറാമിക് സ്ക്രാച്ച് പ്രൂഫ് അല്ല, PPF പ്യൂർലി സ്ക്രാച്ച് പ്രൂഫ് ആണ്. അതൊരു മെയിൻ ഒരു ഡിഫറൻറ്റ് ആണ്. ഓക്കെ, അപ്പം സെറാമിക് ഒരു വിധത്തിലും സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യത്തില്ല. അത് നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സെറാമിക് എന്നൊരു ഗ്ലാസ് കോട്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് കോട്ടിന് 3 കോട്ട് ബോഡിയിൽ അപ്ലൈ ആകുമ്പോൾ ഈ പറഞ്ഞ സ്ക്രാച്ച് വീഴുമ്പോൾ ആ സെറാമിക് ഗ്ലാസ് കോട്ടിലായിരിക്കും സ്ക്രാച്ച് വീഴുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മൾ അതാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസം എവിടെ സെറാമിക് ചെയ്താലും 6 മാസത്തിൽ അത് ഫ്രീ ചെക്കപ്പ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടുത്താൽ മാത്രമേ അത് ഷോറൂം കണ്ടീഷനിലും ആദ്യം നമ്മൾ എങ്ങനെയാണോ ഈ സർവീസ് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് കാർസൊക്കെ ഇതേപോലെ സെറാമിക്കും അതുപോലെ തന്നെ PPFും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ട് ബാക്കിൽ നമ്മുടെ BMW X1 അല്ലേ, X1 സീരീസ് ഇവിടെ ഉണ്ട്. അപ്പം ബ്രോ, ഇപ്പം ഇത് ഏത് കോട്ടിംഗ് ആണ് ഇപ്പം ചെയ്തേക്കുന്നത്? ഫിലിം PPF ആണ് ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അത്യാവശ്യം ഗ്ലോസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് PPF ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇത് ചെയ്തേക്കുന്ന ഏത് മെറ്റീരിയലാണ്? ഗ്രഫൈൻ ആണ്. അപ്പം ഇതിപ്പം ഗ്രഫൈൻ ചെയ്താലാണ് കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ സെറാമിക് ചെയ്യുന്നതിനെക്കാട്ടും? തീർച്ചയായും. അപ്പം ഇതെങ്ങനെയാണ് ഗ്രഫൈൻ്റെ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമുക്ക് ഹൈഡ്രോഫോബിക് എഫക്ട് സെറാമിക്കിന് അപേക്ഷിച്ച് കൂടുതലാണ്. ഓക്കെ, നമ്മൾ UV പ്രൊട്ടക്ഷൻ ചെയ്യുന്ന രശ്മിയിൽ നിന്ന് അതിൽ കാത്ത് ബോഡി നമുക്ക് രക്ഷിക്കുന്നത്. കാരണം സെറാമിക്കിൽ ഡയറക്റ്റ് നമുക്ക് വെയിൽ UV ലൈറ്റ് അടിക്കുകയാണെങ്കിൽ, ഗ്രഫൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ UV ലൈറ്റ് അടിക്കണമെങ്കിൽ സ്പ്രെഡ് ആയി പോകും. അതെ, അതൊരു ഹണിക്രോമിന്റെ ഒരു ഡിസൈനാണ്, ഗ്രാഫാണ്, പെൻസിലിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ, ഗ്രാഫാണ് ഈ പറയുന്ന ഗ്രഫൈൻ്റെ മെറ്റീരിയൽ നമുക്ക് ഫോം ചെയ്ത്. അപ്പം നമ്മുടെ ഈ ഗ്രഫൈനും അതുപോലെ തന്നെ നമ്മുടെ സെറാമിക്കും റേറ്റ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു 5,000 to 6,000 വരെ ഡിഫറൻറ്റ് വരുന്നത്. അപ്പം ഇതിന് ഗ്രഫൈനാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നത്. കാരണം ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പം കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈപ്സ്, എനിക്ക് പോലും അറിയത്തില്ല, അങ്ങനെ ഒരുപാട് ടൈപ്സ് കാര്യങ്ങൾ നമ്മുടെ അമീൻ ബ്രോ വ്യക്തമായ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ വണ്ടി ഇതേപോലെ PPF ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ അമീൻ ബ്രോ കൂടെയുണ്ട്. അപ്പം നമുക്ക് ഈ PPF ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അമീൻ ബ്രോയോട് ചോദിക്കാം. അപ്പം ബ്രോ ഒന്ന് പറയാമോ ഡീറ്റെയിൽ ആയിട്ട്? ആദ്യം നമ്മൾ വണ്ടിയുടെ മോഡലും കണ്ടീഷനും നോക്കും. ഓക്കെ, അത് മാറ്റ് ഫിനിഷ് ആണോ ഗ്ലോസി ആണോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പ് PPF ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് മാറ്റിയും മറ്റൊന്ന് ഗ്ലോസിയും. അപ്പോൾ മുഖ്യ വണ്ടികൾക്കും ഗ്ലോസിയും മാറ്റ് ഫിനിഷ് ഒക്കെ ഉണ്ടാവും. മാറ്റ് ഫിനിഷ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്യും നന്നായിട്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കൽസോ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. നമുക്ക് ഒരിക്കലും ഇത് മെഷീൻ അടിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ സ്ക്രാച്ച് ഉണ്ടെങ്കിലും അത് ചെറുതായിട്ടൊന്ന് മൈൽഡ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തും. എന്നിട്ട് ഈ പറയുന്ന PPF നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ അപ്പം എത്ര ടൈം എടുക്കും? ടൈം നമ്മൾ മാക്സിമം 3 days ആണ് അതിന് 3 days ആണ് പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ദിവസം മതി. ഒരു 1.5 days 2 days നമുക്ക് ക്യൂറിൻ ടൈം കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ബബിൾസോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ നമ്മൾ ഇപ്പം പൊതുവെ നമ്മൾ പുറത്തെ മാർക്കറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ പലരും കുറഞ്ഞ റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പലരും കംപ്ലയിൻസ് പറയുന്നുണ്ട്. ഇതേപോലെ PPF ചെയ്ത് ബബിൾസും കാര്യങ്ങളൊക്കെ ലോക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. ഇത് ലുമാറിന്റെ മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അത്യാവശ്യം ഒരു 5 year എങ്കിലും വാറന്റി വരുന്നുണ്ട്. 5 year എന്നുള്ളത് 10 year വരെ പോകും. ഓക്കെ ഓക്കെ. റിമൂവ് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നമോ പെയിന്റ് കട്ടോ അങ്ങനെ ഒന്നും വരുന്നില്ല. പിന്നെ റിപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. ഓക്കെ ഓക്കെ. വൺ ടൈം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തതുപോലെ നന്നായി ഭംഗിയായിട്ടുണ്ട്. നമുക്ക് വീണ്ടും അത് ഹെഡ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. ആ ഒരു ഇതിലാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിപ്പം എത്ര ഇയർ ആണ് നിങ്ങളിപ്പം ഇത് പറയുന്നത്, വാറണ്ടി പറയുന്നത്? 5 year ഉണ്ട്, 10 year ഉണ്ട്. 5 year ഉണ്ട്, 10 year ലൈഫ് ടൈമും ഉണ്ട്. ലൈഫ് ടൈമും ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളെ PPF ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും. അതിന് അവരെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് പോവാം. അപ്പം അങ്ങനെ നമ്മുടെ ഡൊമിയുടെ ഇതൊക്കെ കഴിഞ്ഞു, നമ്മുടെ വാഷിങ് കഴിഞ്ഞു, ഷാമ്പു വാഷ് കഴിഞ്ഞു. ഇനിയിപ്പം അത് ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്യണം. ഡ്രെയിൻ ചെയ്ത് ജസ്റ്റ് കയറിയിട്ട് നല്ലപോലെ ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ PPF അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്, നമുക്കറിയാമല്ലോ. കാരണം നമ്മളിപ്പം മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, ചീപ്പായിട്ടുള്ള PPF ഫിലിമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ അതിലിപ്പം നേരത്തെ പറഞ്ഞ പോലെ ബബിൾസും കാര്യങ്ങളൊക്കെ വന്ന് അത് മൊത്തത്തിൽ അലമ്പാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ അത് നല്ലപോലെ ഡ്യൂറബിലിറ്റി ആയിട്ട് അതിങ്ങനെ കിടക്കുന്നതായിരിക്കും. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഇനിയിപ്പം ഡ്രെയിൻ ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് അവർ കിടക്കുവാണ്. നമ്മുടെ ഡൊമിക്കുട്ടൻ PPF ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്ലോസി എന്ന് വെച്ചാൽ നമ്മൾ സെറാമിക് ചെയ്യുന്നതിന് അത്ര ഗ്ലോസി ഇല്ല, എങ്കിലും PPF അവർ ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടില്ലേ ഗ്ലോസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പം മഴ ആയതുകൊണ്ട് ഇത്തിരി ഇതിപ്പം ഫിലിം ഒട്ടിച്ചതിന് വെച്ചാൽ സെറ്റാവാൻ ഇപ്പം സീൻ വരും. കാരണം എന്ന് വെച്ചാൽ ചെറിയ ഡ്രോപ്ലെറ്റ്സോ അതോ എന്തെങ്കിലും എയർ കയറി അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ് ഇസ് മീ A.M.R. Peace be with you all guys.